അടുത്തത് ട്രാൻസ്ലേഷണൽ മോഷൻ. ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നീങ്ങി സഞ്ചരിച്ച് പോകുന്നതിന് പറയുന്ന പേരാണ് ട്രാൻസ്ലേഷണൽ മോഷൻ. എന്താണ് പറയാ? ട്രാൻസ്ലേഷണൽ മോഷൻ. ഇവിടെ ഇരുന്ന സാധനം കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് സഞ്ചരിച്ച് പോയെങ്കിൽ ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? ട്രാൻസ്ലേഷണൽ മോഷൻ എക്സാമ്പിൾ ആണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഇവിടെ നോക്കും, നിങ്ങൾക്ക് ഇവിടെ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു സാധനം കാണാം. കണ്ടോ? ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടെ ഞാനൊരു ബോഡി സ്ലൈഡ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ ഇതൊരു മൊബൈലിന്റെ ചാർജറാണ്. ഇതിൽ കൂടെ സ്ലൈഡ് ചെയ്യുന്നു. നിങ്ങൾ നോക്കൂ, ഇത് സ്ലൈഡ് ചെയ്ത് നോക്കൂ. സ്ലൈഡ് ചെയ്ത് താഴെ എത്തിയില്ലേ? ഒന്നുകൂടെ ഇത് ഇവിടെ ഇപ്പൊ ഇവിടെ നിൽക്കുകയാണ്. ഇത് സ്ലൈഡ് ചെയ്ത് താഴെ എത്തി. കണ്ടല്ലോ? അപ്പൊ ഇത് ഇവിടെ നിന്ന് ഇവിടത്തേക്ക് പോയില്ലേ? അപ്പൊ ഇത് എന്ത് മോഷൻ എക്സാമ്പിൾ ആണ്? പ്യുവർ ട്രാൻസ്ലേഷൻ എക്സാമ്പിൾ ആണ്. ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? പ്യുവർ ട്രാൻസ്ലേഷണൽ മോഷൻ ഒരു എക്സാമ്പിൾ ആണ്. ജസ്റ്റ് ഓർത്താൽ പറയാന്നുള്ളേ ഉള്ളൂ. സ്ലൈഡിംഗ് മോഷൻ ഓഫ് ആൻ ഒബ്ജക്ട് അലോങ് ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ is example for pure translational motion. So once again, sliding motion of an object along an inclined plane is example for pure translational motion. ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നിങ്ങൾ നോക്കൂ, അടുത്തൊരു സാധനമാണ്. ഇപ്പൊ ഇത് എന്താണ്? ഒരു ഫെവിക്കോളിന്റെ കുപ്പിയാണ്. ഞാൻ ഇതിനെയാണ് ഇതുവഴി മൂവ് ചെയ്യിപ്പിക്കുന്നെങ്കിലോ നിങ്ങൾ നോക്കൂ, ഇതിനെ ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചു. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതിന് എന്തൊക്കെ ടൈപ്പ് മോഷൻ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ പറയണം. നോക്കിക്കോളൂ, ഇതിപ്പോ നോക്കിക്കോളൂ, ഇത് റോൾ ചെയ്താണ് താഴോട്ട് വന്നത് അല്ലേ? അപ്പൊ എന്താണ്? കണ്ടില്ലേ? താഴോട്ട് റോൾ ചെയ്ത് പോയി. കണ്ടില്ലേ? അപ്പൊ ഇത് റൊട്ടേറ്റ് ചെയ്തില്ലേ? റൊട്ടേറ്റ് ചെയ്തു. അതുകൂടാതെ ഇവിടെ അത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫേർഡ് ആയില്ലേ? അപ്പൊ ഇതിന്റെ മോഷൻ ഇപ്പൊ എന്തിന് എക്സാമ്പിൾ ആയിട്ട് പറയാം? ഇറ്റ് ഈസ് എ മിക്സർ ഓഫ് translational and rotational. Okay, so see, rolling motion of an object along an inclined plane is a mixture of dash and dash. Translational and rotational. Is it clear? Well, just ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, just അറിയാൻ വേണ്ടി. So you consider an object sliding down along an inclined plane. This motion is example for pure translational motion. Then you consider a body rolling down along an inclined plane. Its motion is example for translational plus what? Rotational. Okay? ഇനി നമുക്ക് അടുത്തൊരു സംഗതി പറയാം. നമ്മൾ പറയാൻ പോകുന്നത് ആക്സിസ് ഫിക്സഡ് അല്ലാത്ത റൊട്ടേഷണൽ മോഷൻ എക്സാമ്പിൾ പറയാൻ പാടില്ല. എന്താണ്? ആക്സിസ് ഫിക്സഡ് അല്ലാത്ത റൊട്ടേഷൻ. അപ്പൊ ഞാൻ ഇതെല്ലാം റൈസ് ചെയ്ത് കളയാം. എന്താണ് റൊട്ടേഷൻ? ഓക്കെ, റൊട്ടേഷൻ വേർ ആക്സിസ് നോട്ട് ഫിക്സഡ്. അതിന് എക്സാമ്പിൾസ് ആണ് നമ്മൾ പറയുന്നത്. Okay, so now we are explaining rotational motion where axis is not fixed. ഞാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇപ്പൊ ഒരു എന്താണ് ഫാനിന്റെ ലീഫ് കാണുന്നത്. ഓക്കെ, ഒരു ഫാനിന്റെ ലീഫ്. ഓക്കെ, ഇത് നമ്മുടെ ടേബിൾ ഫാൻ ആണെന്ന് ഇരിക്കട്ടെ. സീലിംഗ് ഫാൻ അല്ല, ടേബിൾ ഫാൻ. അപ്പൊ ഞാനാണ് ടേബിൾ ഫാൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്റ്റാൻഡ് ആണിത്. ഓക്കെ, ഇതിന്റെ അറ്റം കണ്ടല്ലോ നിങ്ങൾ. ഇപ്പൊ എന്റെ ഈ പെൻ എന്ന് പറയുന്നത് അതിന്റെ ഒരു അറ്റമാണ്. അപ്പൊ അവിടെയാണ് ഈ ലീഫ് ഇരിക്കുന്നത്. കണ്ടോ? ലീഫ് അതിനകത്ത് നമുക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ, ലീഫ് ഫിക്സ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത് ഞാനിപ്പോ എന്താണ്? ഒരു ടേബിൾ ഫാൻ ആണ്. ഇപ്പൊ ഫാൻ കറങ്ങുന്നുണ്ടോ? ഇപ്പൊ ഫാൻ കറങ്ങുന്നു. കണ്ടില്ലേ? ഫാൻ കറങ്ങുന്നുണ്ടോ? അപ്പൊ ഇവിടെ ഫാൻ ഇപ്പൊ എന്താണ് നിർത്തിയിരിക്കുന്നത്? ഞാൻ ഇങ്ങനെ വെറുതെ കറക്കി കാറ്റ് കൊള്ളുകയാണ്. ഇപ്പൊ ഫാൻ കറങ്ങുന്നു. അപ്പൊ ഒന്നും സംഭവിച്ചില്ല. ഇനി ഞാൻ ഇവിടെ ഇതിലൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് അങ്ങോട്ട് ഓൺ ചെയ്തപ്പോഴത്തേക്ക് ഫാൻ കറങ്ങുന്നത് ഇങ്ങനെയാണ്. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളോട് നോക്കൂ. എന്റെ ഈ കൈ ഇത്രയും സ്ഥലം മാത്രം നോക്കൂ. ഇത് കറങ്ങുന്ന ഇങ്ങനെ നോക്കൂ. ഇവിടെ ഇങ്ങനെ കറങ്ങി 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 വരുന്നുണ്ടോ? അപ്പൊ ഇതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ് ഈ പെൻ. ഇതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ് ഈ പെൻ. ഈ ആക്സിസ് നോക്കിയേ, ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഫിക്സഡ് ആണോ നോക്കിയേ? അല്ല. അപ്പൊ ഇവിടെ നമ്മള് ഫാൻ എന്ത് ചെയ്യണം? ഓസിലേറ്റ് ചെയ്യാണ്. അപ്പൊ ഫാൻ ഇവിടെ ഓസിലേറ്റ് ചെയ്യാണ്. അപ്പൊ ഓസിലേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെയാണ്. ഇത് കറങ്ങുന്നുണ്ട്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഫിക്സഡ് അല്ല. ഈ വെർട്ടിക്കലി ഉള്ള ഈ സ്റ്റാൻഡിനെ ബേസ് ചെയ്തിട്ട് ഈ ആക്സിസ് ഇങ്ങനെ കറങ്ങുക മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റിംഗ് ചെയ്യുന്നു. അപ്പൊ ആക്സിസ് ഫിക്സഡ് അല്ലാത്ത ഒരു റൊട്ടേഷണൽ മോഷൻ എക്സാമ്പിൾ ചോദിച്ചാൽ എന്താണ്? ഓസിലേഷൻ ഓഫ് എ ടേബിൾ ഫാൻ. ഓസിലേഷൻ ഓഫ് എ ടേബിൾ ഫാൻ. ഹിയർ the axis is
axis is undergoing oscillation. Okay, axis is undergoing oscillation in a horizontal plane. Axis in a horizontal plane അല്ലേ, ഈ ഒരു പ്ലെയിനിലല്ലേ ഈ ആക്സിസ് ഇങ്ങനെ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നത്. ഇനി അറ്റ് ദ സെയിം ടൈം പറയൂ ഈ അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ആക്സിസ് എന്ന് പറയുന്നത് ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് എക്സാമ്പിൾ ഫോർ റൊട്ടേഷൻ വെയർ ആക്സിസ് ഈസ് നോട്ട് ഫിക്സഡ്. അല്ലെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. സോ നിങ്ങൾ പറയൂ ഓസിലേഷൻ ഓഫ് എ ടേബിൾ ഫാൻ is an example എന്ന് എഴുതിയിട്ട് explanation കൊടുക്കണം. Here the axis of rotation is moving in a horizontal plane. Okay, but the leaves are rotating. Okay, ഇത് ഇത്ര എഴുതിയാൽ നിങ്ങളുടെ ഭാഷയിൽ എഴുതിയാൽ മതി, അപ്പൊ കാര്യം മനസ്സിലാവുമല്ലോ. ഇനി വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ടോപ്പിന്റെ പമ്പരം അറിഞ്ഞൂടെ, പമ്പരം കറങ്ങും. അപ്പൊ ഇതാണ് പമ്പരം. അപ്പൊ പമ്പരം കറങ്ങും. ഓക്കെ, അപ്പൊ പമ്പരം കറക്കുന്നു. അപ്പൊ നമ്മുടെ ഇവിടെ ഒരു പമ്പരത്തിന് പകരം നമ്മുടെ ഇപ്പൊ ഫെവിക്കോളിന്റെ കുപ്പിയെ ഞാൻ കറക്കുകയാണ്. ഇത് കറങ്ങുന്ന സമയത്ത് ഇതിന്റെ ടിപ്പ് ഇവിടെ ഇവിടെ എവിടെ ആയിരിക്കും, തറയിലായിരിക്കും. അപ്പൊ ഇത് കറങ്ങുന്ന സമയത്ത് ആദ്യം ഹൈ സ്പീഡിൽ ഇങ്ങനെ ഒന്ന് കറങ്ങും, ഇങ്ങനെ ഒന്ന് കറങ്ങും. ഓക്കെ, കുറെ കഴിയുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ ആവുന്നുണ്ടല്ലോ നിങ്ങള്. അപ്പൊ ആദ്യം കറങ്ങുന്ന സമയത്ത് എന്താണ് ഇതിന്റെ ആക്സിസ് എങ്ങനെയായിരിക്കും? ഒരു ഇമാജിനറി ആക്സിസ്, ഒരു വെർട്ടിക്കൽ ആക്സിസ് ഉണ്ടാവും അല്ലെ. അപ്പൊ ആ വെർട്ടിക്കൽ ആക്സിസ് ഇപ്പോഴുണ്ട്. കുറെ നേരം കഴിയുമ്പോഴത്തേക്ക് ഈ ഇത് ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഒന്ന് സങ്കല്പിച്ചേ, ആക്സിസ് ഇങ്ങനെ ഇരിക്കുന്ന ഈ ആക്സിസ് ഈ വെർട്ടിക്കലിനെ ചുറ്റും ഇങ്ങനെ കറങ്ങിയല്ലേ. അപ്പൊ അവിടെ ആക്സിസ് എന്താണ്, ഫിക്സഡ് അല്ല, ആക്സിസ് ഇങ്ങനെ മൂവബിൾ ആണ്. അപ്പൊ അറ്റ് ദ സെയിം ടൈം പമ്പരം കറങ്ങുന്നുണ്ട്. അപ്പൊ ആക്സിസ് ഫിക്സഡ് അല്ലാത്ത റൊട്ടേഷന് വേറെ എക്സാമ്പിൾ ആണ് ടോപ്പിന്റെ റൊട്ടേഷൻ. ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതും? റൊട്ടേഷണൽ മോഷൻ ഓഫ് ടോപ്പ്. ഹിയർ ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്താണ്, ഡിസ്ക്രൈബ്സ് എ കോണിക്കൽ ഷേപ്പ്. ശരിയല്ലേ? ആക്സിസ് ഓഫ് ഈ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ. കുറെ നേരം കഴിയുമ്പോഴത്തേക്ക് ഈ ആക്സിസ് എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു കോൺ ഷേപ്പ് വരയ്ക്കും. ഓക്കെ, about this vertical, ഈ വെർട്ടിക്കലിന് ചുറ്റും around this vertical. ഓക്കെ, സംശയമുണ്ടോ? അപ്പൊ ഇപ്പൊ ഇരിക്കുന്ന ഈ ആക്സിസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇമാജിനറി ലൈൻ കൺസിഡർ ചെയ്താൽ കുറെ നേരം കഴിയുമ്പോൾ അതിന് ചുറ്റും ഇങ്ങനെ ഒരു കോൺ വരച്ചെടുക്കും. ഓക്കെ, so this motion is example for rotation where axis is not fixed. So tell me, give example for rotational motion where axis is not fixed. Rotational motion of a top. Here the axis of rotation describes a conical shape above around the vertical. Okay, once again എന്താണ് rotational motion of top എന്ന ഹെഡിങ് എഴുതണം. Here the axis of rotation describes a conical shape around the vertical. The next example, oscillation of a table fan. And the heading is here the leaves are rotating, but the axis of rotation is undergoing oscillatory motion. Okay, axis of rotation is undergoing oscillation in a horizontal plane. Is it clear? Next is a pivoted body or suspended body. എന്താണ് pivoted body എന്ന് പറഞ്ഞാൽ? പിവോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ സജിൻ ചെന്നു ക്ലാസ്സിൽ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഏറ്റവും പാവപ്പെട്ട ഒരു പയ്യൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ സജിനെ കണ്ട് പേടിച്ചിരിക്കുകയാണ്. അപ്പൊ സജിൻ അവനെ തൂക്കിയെടുത്തിട്ട് ഒരു വിരലില് അവനെ നിർത്തുന്നു. അപ്പൊ ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് നിർത്തുന്നു. ഓക്കെ, ഇങ്ങനെ നിർത്തുന്നു. ഓക്കെ, ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നു. ഇപ്പൊ എന്റെ പയ്യൻ എന്താ ചെയ്ത്, സജിൻ എന്താ ചെയ്ത്, മറ്റേ പയ്യനെ പിവോട്ട് ചെയ്യാണ് ചെയ്തത്. എന്താ ചെയ്ത്, ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ നിർത്തി. ഓക്കെ, അപ്പൊ അതിനെ പറയുന്ന പേരാണ് പിവോട്ടഡ്. ഓക്കെ, ഇനി പിവോട്ട് ചെയ്തിരിക്കുന്ന ഈ പയ്യനെ എന്ത് ചെയ്യുന്നു, ബാക്കി പിള്ളേർ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവരിങ്ങനെ പിവോട്ട് ചെയ്തിരിക്കുകയാണ്. പിവോട്ട് ചെയ്തിരിക്കുന്ന പയ്യനെ ബാക്കി കുട്ടികൾ വന്നിട്ട് എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി വെക്കുന്നു. അപ്പൊ ഞാൻ വരയ്ക്കാം. ഇത് എന്റെ പയ്യനാണ്, സ്കൂളിലെ പയ്യനാണ്. ഓക്കെ, അപ്പൊ ഇവനെ കണ്ടില്ലേ, ഇപ്പൊ കണ്ടില്ലേ, അവിടെ ഇരിക്കട്ടെ. നോക്കി, ഇതാണ് പയ്യൻ. ഈ പയ്യനെ ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്, പിവോട്ട് ചെയ്തിരിക്കുകയാണ്. പിവോട്ട് ചെയ്തിരിക്കുകയാണ്. ഈ പിവോട്ട് ചെയ്തിരിക്കുന്ന ആളിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് കറക്കാം. ഓക്കെ, അങ്ങോട്ട് കറക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് കറക്കാം. അപ്പൊ പിവോട്ട് ചെയ്തിരിക്കുന്ന ബോഡിക്ക് എന്ത് മോഷനാ ഉള്ളത്? റൊട്ടേഷണൽ മോഷൻ അല്ലേ ഉള്ളത്? റൊട്ടേഷണൽ മോഷൻ എക്സിബിറ്റ് ചെയ്യും ഈ ബോഡി. അപ്പൊ അടിപൊളി. അപ്പൊ എന്റെ സജിൻ സ്കൂളിൽ ചെന്ന് മറ്റേ പയ്യനെ എന്ത് ചെയ്തു, പിവോട്ട് ചെയ്തിട്ട് ബാക്കി കുട്ടികൾ അവന്റെ റൊട്ടേഷൻ എൻജോയ് ചെയ്യുന്നു. ഓക്കെ,
ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, സ്കൂളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, എന്റെ സജിനെ എന്ത് ചെയ്യുന്നു, സസ്പെൻഡ് ചെയ്യുന്നു. ഇതല്ലേ സംഭവിക്കുന്നത്. അപ്പൊ ഇപ്പൊ ആ സസ്പെൻഷൻ അല്ല, ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് വേറെ സസ്പെൻഷൻ ആണ്. എന്താണ്, നമ്മുടെ ഒരു കുപ്പി ഞാൻ ഇവിടെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, ഒരു നൂലിൽ കെട്ടി തൂക്കി. ഓക്കെ, അതാണ് ഇതുപോലെ കെട്ടി തൂക്കി. അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് സസ്പെൻഡഡ്. അപ്പൊ ഇത് സസ്പെൻഡ് ചെയ്ത ബോഡിയാണ്. ഓക്കെ, കെട്ടി തൂക്കിയ ബോഡിയാണ്. ഈ ബോഡിയെ നമുക്ക് എന്ത് ചെയ്യിപ്പിക്കാം, റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോ സസ്പെൻഡ് ചെയ്ത ബോഡി ആയാലും പിവോട്ട് ചെയ്തിരിക്കുന്ന ബോഡി ആയാലും ഏത് മോഷനാണ് എക്സിബിറ്റ് ചെയ്യുന്നതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഏത് മോഷനാണ്? റൊട്ടേഷണൽ മോഷൻ ആണ്. ജസ്റ്റ് പറഞ്ഞു പോവാ. സോ എ ബോഡി which is pivoted or suspended exhibits a dash motion. ഏത് മോഷനാണ്? റൊട്ടേഷണൽ മോഷൻ ആണ്. ഓക്കെ, ഇനി പിവോട്ട് ചെയ്യാത്ത ബോഡി നമ്മൾ നേരത്തെ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടെ മൊബൈലിന്റെ ചാർജറിനെ സ്ലൈഡ് ചെയ്യിപ്പിച്ചു, അല്ലെ? ആ ചാർജറിനെ ആരെങ്കിലും പിവോട്ട് ചെയ്യോ സസ്പെൻഡ് ചെയ്യോ ചെയ്തിട്ടുണ്ടായിരുന്നോ? അതിന് എന്ത് മോഷനാണ് ഉണ്ടായിരുന്നത്? അത് അവിടെ നിന്ന് നിരങ്ങി അപ്പുറത്തേക്ക് പോയി. അപ്പൊ അതിന് എന്ത് മോഷനാ? ട്രാൻസ്ലേഷണൽ മോഷനാണ്. എന്ത് മോഷനാണ്? ട്രാൻസ്ലേഷണൽ മോഷനാണ്. ഇനി അടുത്തത് ഞാൻ എന്താ, ഫെവിക്കോളിന്റെ കുപ്പിയെ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടെ താഴേക്ക് പോയി മൂവ് ചെയ്യിപ്പിച്ചു. അതിനെന്ത് മോഷനാണ്? അത് അവിടെ ആരും ആ ഫെവിക്കോൾ കുപ്പിയെ കെട്ടിയിട്ടില്ലായിരുന്നു, പിവോട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അതെന്ത് ടൈപ്പ് മോഷൻ എക്സിബിറ്റ് ചെയ്തത്? അതിന്റെ മോഷൻ റൊട്ടേഷനും ട്രാൻസ്ലേഷനും കൂടെയാണ് എന്ന് പറഞ്ഞു. അപ്പോ പിവോട്ട് ചെയ്യുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്യാത്ത ഒരു ബോഡിക്ക് ഏതൊക്കെ മോഷൻ എക്സിബിറ്റ് ചെയ്യാം? ട്രാൻസ്ലേഷണൽ മോഷൻ എക്സിബിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ട്രാൻസ്ലേഷനും പിന്നെ റൊട്ടേഷനും കൂടെ എക്സിബിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ രണ്ട് പോയിന്റ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. എ ബോഡി which is pivoted or suspended exhibits rotational motion. A body which is not pivoted or suspended exhibits either translational motion or rotational motion or a mixture of translational and rotational motion. ബുദ്ധിമുട്ടായിട്ട് തോന്നരുത്. A body which is not pivoted or suspended can exhibit translational motion or rotational motion, or a mixture of translational and rotational motion. Can you follow me? So once again, so what is the first one? A body which is pivoted or suspended exhibits what type of motion? Rotational motion. A body which is not pivoted or suspended can exhibit translational motion or rotational motion or a mixture of translational and rotational motion. Okay, അടുത്തതിലേക്ക് പോകും. നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഇവിടെ ഒരു ആക്സസ് സിസ്റ്റം ഒക്കെ ഞാൻ എടുക്കാം. ഓക്കെ, അവിടെ ഇരുന്നോട്ടെ. ഇവിടെ രണ്ട് പാർട്ടിക്കിൾസ് ഞാൻ എടുക്കാം. ഇവിടെ ഒരു പാർട്ടിക്കിൾ എടുക്കുന്നു. ഈ പാർട്ടിക്കിളിന്റെ മാസ് ആണ് m1. ഇവിടെ വേറൊരു പാർട്ടിക്കിൾ ഇരിക്കുന്നു. ഈ പാർട്ടിക്കിളിന്റെ മാസ് ആണ് m2. കുഴപ്പമില്ലല്ലോ. ഇനി അപ്പൊ ഇങ്ങനെ രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ രണ്ടിനെ ഒരേ ലെവലിൽ കൺസിഡർ ചെയ്യാം. നോക്കിക്കോ, അപ്പൊ നമ്മുടെ ഇവിടെ രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ട്. സോ വാട്ട് ആർ ദെയർ മാസസ് m1 and m2. ഓക്കെ, ഇനി ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ x കോർഡിനേറ്റ് കാണാം. അതിനെ x1 എന്ന് വിളിക്കാം. ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ x കോർഡിനേറ്റ് കാണാം, x2 എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഇതൊരു 2 പാർട്ടിക്കിൾ സിസ്റ്റം ആണെന്ന് അറിയാലോ. രണ്ട് പാർട്ടിക്കിൾ ഉള്ള ഒരു സിസ്റ്റം ആണ്. ഈ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയായിരിക്കും? ഇതിന്റെ സെന്റർ ഓഫ് മാസിന്റെ x കോർഡിനേറ്റ് എന്താണ്? സെന്റർ ഓഫ് മാസിന്റെ x കോർഡിനേറ്റ് എന്താണ് എന്നാണ് എനിക്ക് അറിയേണ്ടത്. അതിന് ഇക്വേഷൻ ഇതാണ്: m1 x1 plus m2 x2 divided by m1 plus m2 എന്നാണ്. വേറെ ഒന്നും കൂടുതൽ പഠിക്കണ്ട. എന്താണ്, രണ്ട് പാർട്ടികൾ ഇരിക്കുന്നത് കണ്ടോ? രണ്ട് പാർട്ടികൾ, അതിന്റെ മാസ് പറയും m1 m2 ആണ്. ഇതിന്റെ x കോർഡിനേറ്റ് x1, ഇതിന്റെ x2 ആണ്. ഇനി അടുത്തെന്താണ്, ഈ 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് ഉണ്ടാവുമല്ലോ. ഈ 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിന് ഒരു സെന്റർ ഓഫ് മാസ് ഉണ്ടാവും. അതിന്റെ x കോർഡിനേറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? m1 x1 plus m2 x2 divided by m1 plus m2 എന്നാണ്. ഇനി if m1 equal to m2, m1 m2 equal ആണ്, രണ്ട് m ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ x ന്റെ ആൻസർ എന്ത് വരും? x is equal to mx1 plus mx2 divided by m plus m എന്ന് വരും. അപ്പൊ x is equal to പറ, m രണ്ടിൽ കോമൺ എടുത്തു, ബാക്കി x1 plus x2 divided by 2m എന്നാണ്. അപ്പൊ x ന്റെ ആൻസർ എന്ത് വരും? x is equal to x1 plus x2 divided by 2 എന്നാണ്. അപ്പൊ നിങ്ങൾ എന്താണ് കിട്ടിയത്? x1 plus x2 by 2 എന്ന് പറഞ്ഞാൽ എന്താണ്? x1 ന്റെ x2 ന്റെ ആവറേജ് അല്ലേ? 5ന്റെയും 2ന്റെയും 5ന്റെ 8ന്റെ ആവറേജ് എങ്ങനെ കാണും? രണ്ടും കൂടെ ആഡ് ചെയ്യുക, രണ്ട് നമ്പേഴ്സിന്റെ ആവറേജ് എങ്ങനെ കാണും? രണ്ടും കൂടെ ആഡ് ചെയ്യുക, രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ x1 ന്റെ x2 ന്റെ ആവറേജ് ആണെന്ന് കിട്ടി. അതായത് എന്താണ്, ഈ രണ്ട് പാർട്ടിക്കിൾസും ഐഡന്റിക്കൽ മാസ് ഉള്ള പാർട്ടിക്കിൾസ് ആണെങ്കിൽ
ഈ യവന്മാരുടെ എന്താണ് സെന്റർ ഓഫ് മാസ് ഈ രണ്ടിനെയും ജോയിൻ ചെയ്യുന്ന ഈ ലൈനില്ലേ, ഈ ലൈനിന്റെ മിഡ് പോയിന്റിലായിരിക്കും എന്നാണ് ഇപ്പൊ കാണിച്ചത്. അപ്പൊ എന്താണ് ഈ ഫൈനൽ ആൻസറിന്റെ മീനിങ്? x is equal to x1 plus x2 by 2 എന്ന് എഴുതിയ എന്താ മീനിങ്? ഇവിടെ രണ്ട് പാർട്ടിക്കിൾസ് ഇല്ലടാ, ഇതിന്റെ മാസ് m1 m2 അല്ലേ? ഈ രണ്ട് മാസ് ഈക്വൽ ആണെങ്കിൽ, രണ്ട് പാർട്ടിക്കിൾസ് ഇരിക്കുന്നത് രണ്ടിന്റെ മാസ് ഈക്വൽ ആണെങ്കിൽ, നമ്മൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ ഇതാണെങ്കിൽ ഇതിന്റെ കറക്റ്റ് മിഡ് പോയിന്റിലായിരിക്കും ഈ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് ഇരിക്കുന്നത് എന്നാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഇതെല്ലാം ഇറൈസ് ചെയ്ത് കളഞ്ഞിട്ട് ഒന്നും കൂടെ പറയാണ്, പേടിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഒന്നും വേണ്ട, ഒന്നും കൂടെ. സോ ലിസൺ ഹിയർ. സോ axis എല്ലാം വരച്ചു വെച്ചു. You consider two particles. So first particle mass m1, its x coordinate is x1. No problem. Then you consider another particle. So what is the mass of the particle? m2. That is just അറിഞ്ഞിരിക്കണം, പ്രോബ്ലത്തിന് ആവശ്യമില്ല. Then its x coordinate is x2. No problem. Then this two particle system will have a center of mass. Its x coordinate is equal to, what is the equation? m1 x1 plus m2 x2 divided by m1 plus m2 എന്ന ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഇനി ഞാൻ പറഞ്ഞത്, if m1 equal to m2 equal to m, then what is the answer of x? X is equal to m x1 plus m x2 divided by m plus m എന്നാണ്. Then x is equal to, say x is equal to m common x1 plus x2 divided by 2m. Then what is your answer? X is equal to x1 plus x2 divided by 2 എന്നാണ്. So what is the meaning of this? Average of x1 plus x2 ആയിരിക്കും. Average of രണ്ട് നമ്പേഴ്സ് ആണ്, രണ്ടും കൂടെ ആഡ് ചെയ്യുക, രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുക. So average of x1 and x2 ആയിരിക്കും എന്താണ് x ന്റെ ആൻസർ. So it means, see, if the particles are of equal masses, then you join, okay? You join the particles. Then center of mass of the system will be at the exact midpoint. Is it clear? It is the meaning of the last mathematical step. So once again, you consider two particles of masses m1 and m2. The x coordinates are x1 and x2. No problem. Then the center of mass of the system will be somewhere here. Its x coordinate will be equal to m1 x1 plus m2 x2 divided by m1 plus m2. If the particles are of equal masses, m1 and m2 can be taken as m. So equation becomes m x1 plus m x2 divided by m plus m. You are getting the answer as x1 plus x2 divided by 2. It means if the particles are identical, the center of mass will be at the midpoint of the line joining them. Okay, so if you have two identical particles like this, then you join them. Okay, the center of mass will be at the midpoint. Okay, it is the meaning of the last mathematical step. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഇനി അടുത്ത ഒരു സാധനം ഞാൻ പറയാണ്, listen properly. ഇനി ഞാൻ പറയുന്നത്, see, I have a three particle system. See, I have a three particle system. m1, m2, m3 are the masses. Okay, coordinates are x1, x2, x3. No problem. Then what will be the x? See, this three particle system will have a center of mass. Am I right? What will be its x coordinate? Say x coordinate is equal to m1 x1 plus m2 x2 plus m3 x3 divided by m1 plus m2 plus m3. Is it clear to you? Then if m1 equal to m2 equal to m3, then what is you take out as m, then x will become what? m x1 plus m x2 plus m x3, the whole divided by m plus m plus m. Am I right? So x is equal to m common balance x1 plus x2 plus x3, the whole divided by 3m. So you are getting x is equal to, so m cancel, I am getting x1 plus x2 plus x3 divided by 3 എന്നാണ്. So ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് സെൻട്രോയിഡിന്റെ ഇക്വേഷൻ അല്ലേ? സെൻട്രോയിഡിന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ നമ്മുടെ കസ്റ്റഡിയിൽ മൂന്ന് മാസ് ഉണ്ടെന്നിരിക്കട്ടെ. ഈ മൂന്നെണ്ണവും ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് വെർട്ടെക്സിലാണ് ഇരിക്കണമെന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ മൂന്ന് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ ഇത് മൂന്നിനെ ഇങ്ങനെ ജോയിൻ ചെയ്താൽ ഒരു ട്രയാങ്കിൾ കിട്ടും. ഓക്കെ, അപ്പൊ ഇതുപോലെ അസ്യൂം ചെയ്താൽ സെന്റർ ഓഫ് മാസ്, എക്സ് കോർഡിനേറ്റ് of the center of mass will be what?
the centroid. അപ്പോൾ centroid ആണെന്നാണ് ഈ ഫൈനൽ സ്റ്റെപ്പിൽ നമുക്ക് മനസ്സിലാവുന്നത്. So what is the final answer you are getting? X is equal to x1 plus x2 plus x3 divided by 3. It is the equation for centroid, you know. So മാത്സിൽ പഠിച്ചില്ലേ? പഠിച്ചോ എനിക്ക് അറിഞ്ഞൂടാ. പഠിച്ചു കാണും അല്ലെങ്കിൽ പഠിപ്പിക്കും. ഓക്കെ. അപ്പോൾ ഈ ഇക്വേഷൻ ഇവിടെ കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ 3 പാർട്ടിക്കിൾ ഉണ്ട്. ഈ 3 പാർട്ടിക്കിളും ഐഡന്റിക്കൽ ആണെന്ന് ഇരിക്കട്ടെ. ഇനി ഇത് മൂന്നിനെയും ഒരു ട്രയാങ്കിളിന്റെ 3 കോർണറിൽ അസ്യൂം ചെയ്താൽ ഈ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയായിരിക്കും? സെൻട്രോയിഡിലായിരിക്കും. once again from the beginning. ഇനി ഒരുപാട് പ്രാവശ്യം പറയില്ല. വലിയ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. So listen here. I have 3 particles here. So first particle, it's a mass m1. Second particle, mass m2. Third particle, mass m3. X coordinate x1 here, x2 here, x3. No problem. Okay. Then the center of mass of the system will be somewhere here. It is the only idea I have. So I want to find the x coordinate of center of mass. How can I find it? So it is equal to m1 x1 plus m2 x2 plus m3 x3 divided by m1 plus m2 plus m3. No problem. Then x is equal to, then if m1 equal to m2 equal to m3 equal to m, then you can replace. So x is equal to m x1 plus m x2 plus m x3 divided by m plus m plus m. Am I right? So x is equal to say m common balance x1 plus x2 plus x3 the whole divided by 3m. So I am getting x as x1 plus x2 plus x3 the whole divided by 3. This is the equation for centroid. See, if you are having 3 particles like this, see, suppose the particles are of identical mass, then you imagine them at the corners of a triangle like this. Then the center of mass of this 3 particle system will be at the centroid. Is it clear? See how many particles are considered here? 3 particles. What are their masses m1, m2 and m3? What are their coordinates x1, x2 and x3? Then the system will have a center of mass somewhere here. That is the only idea we have in the beginning. Then I want to locate that center of mass. So for that I know the general equation for calculating x. What is the general equation to calculate x? m1 x1 plus m2 x2 plus m3 x3 divided by m1 plus m2 plus m3. Then here if the particles are identical, then all m1, m2, m3 can be written as m. So we get a final result x is equal to x1 plus x2 plus x3 divided by 3. This is the equation for centroid. So it means if you have 3 identical particles like this, you imagine them to be at the vertices of a triangle, then the center of mass of the system will be at the centroid of the triangle. Is it clear? അടുത്തതിലേക്ക് കൂടെ അടുത്തത് ഒരു പ്രയാസമില്ല കേട്ടോ. അടുത്തതിലേക്ക് പോവാണ് ഞാൻ. പേടിക്കുകയും ചെയ്യരുത്. അടുത്തത് we have an n particle system. Okay, n particle system. ഇപ്പോ പറഞ്ഞതുപോലെ തന്നെ we have an n particle system. Okay, ഞാൻ ഇവിടെ x coordinate y coordinate എല്ലാം എഴുതാൻ പോകുന്നു. See, first particle m1, second particle m2, third particle m3. Okay, ഇങ്ങനെ how many particles are there? n particles are there. Okay, then see this particle will have an x coordinate x1 and y coordinate y1. Okay, then similarly this particle will have an x coordinate x2 and y coordinate y2. Then what about the third particle? There will be an x coordinate x3 and y coordinate y3. Okay, then see center of mass of the system will be somewhere there. Okay, that center of mass will have an x coordinate. So center of mass will have an x coordinate. Its answer is say m1 x1 plus m2 x2 plus m3 x3 plus n particle system etc. divided by m1 plus m2 plus m3 plus etc. Am I right? Then similarly the center of mass will have an y coordinate. Am I right? So how will you write y coordinate? നിങ്ങൾ പറയും x coordinate മാത്രമേ ഇതിന്റെ ഡിസ്കഷനിൽ വന്നുള്ളൂ. y coordinate-നെ പറ്റി പറഞ്ഞില്ല. പറയും y coordinate എങ്ങനെ പറയും? m1 y1 plus m2 y2 plus m3 y3 plus etc. the whole divided by m1 plus m2 plus m3 plus etc. See, center of mass will have an x coordinate and y coordinate. Generally I can write x and y as r. r എന്ന് എഴുതുന്നു.
ഇത് രണ്ടിനും പകരമായിട്ട് ഞാൻ ഇങ്ങനെ എഴുതും m1r1 plus m2r2 plus etc divided by m1 plus m2 plus m3 എന്ന് എഴുതും. ഓക്കെ, ഇതാണ് ഞാൻ എഴുതിയ ജനറൽ ഇക്വേഷൻ. ഇവിടെ r എന്നുള്ളത് ഇങ്ങനെ ആക്കി. ബുദ്ധിമുട്ടുണ്ടായത് പണ്ട് നമ്മൾ പഠിച്ച ഒരു ഇക്വേഷൻ ആണ്. ആ ഫോർമുല എഴുതി. ഓക്കെ, അപ്പോ ഈ സിസ്റ്റത്തിന് n പാർട്ടിക്കിൾ സിസ്റ്റത്തിന് ഒരു സെന്റർ ഓഫ് മാസ് ഉണ്ടാവും. ആ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ ഇങ്ങനെ എഴുതാം. പണ്ടേ പഠിച്ചതല്ലേ ആണ്. അപ്പൊ ഈ സെന്റർ ഓഫ് മാസ് ഇല്ലേ, ഈ n പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് ആണ് ഇറങ്ങി വെച്ചിരിക്കുന്നത്. ആ സെന്റർ ഓഫ് മാസ് ഇവിടെ കയറിയിരുന്നാൽ, ഈ ഒറിജിനിൽ കയറിയിരുന്നാൽ ആറിന്റെ ആൻസർ എത്ര വരും? ഇവിടെ ഇപ്പൊ തന്നെ ഇവിടെ ഒരു n പാർട്ടിക്കിൾ സിസ്റ്റം നിങ്ങൾ കാണുന്നുണ്ടോ? n പാർട്ടിക്കിൾ സിസ്റ്റം നിങ്ങൾ കാണുന്നുണ്ടോ? ആ n പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് ഇതായിരിക്കും. കണ്ടില്ലേ? അപ്പൊ ഇതാണ് സെന്റർ ഓഫ് മാസ്. ഓക്കെ, ഇനി ഈ സെന്റർ ഓഫ് മാസിന്റെ x കോർഡിനേറ്റ് y കോർഡിനേറ്റ് ഒക്കെ കാണും. ജനറലി ഞാൻ അതിനെ r എന്ന് വിളിച്ചു. r m1r1 plus m2r2 plus etc divided by m1 plus m2 plus etc എഴുതി. അപ്പോഴേ ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ n പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ്. ഇവിടെ അങ്ങോട്ട് വരച്ചാൽ ഈ വെക്ടർ ആണ് r. അല്ലേടാ, ഇനി ഈ സെന്റർ ഓഫ് മാസ് ഈ ഒറിജിനിൽ കയറിയിരിക്കുകയാണെങ്കിൽ r ന്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോ if center of mass is at origin, center of mass ഒറിജിനിൽ കയറിയിരിക്കുകയാണെങ്കിൽ r ന്റെ ആൻസർ എത്രയെന്ന് കൊടുക്കും? 0 എന്ന് കൊടുക്കും. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെയാവും എന്ന് പറയും, പെട്ടെന്ന് പറയണം. 0 equal to m1r1 plus വെക്ടർ ഇട്ടോളണം, m2r2 plus etc divided by m1 plus m2 plus etc എന്ന് എഴുതിക്കൂടെ? ഇനി or 0 equal to പെട്ടെന്ന് പറയണം. ഇതിനെ ഞാൻ സിഗ്മ mi ri എന്ന് എഴുതാം. എന്താ നമ്മളെ സിഗ്മ mi ri? അതെന്താണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇവിടെ ഐക്ക് വരെ 1 തൊട്ട് n വരെ ഇടണം. അപ്പോ ആദ്യത്തെ m1r1 plus m2r2 plus etc അത് തന്നെയാണ്. സിഗ്മ എന്ന് പറഞ്ഞ സമ്മേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഡിവൈഡഡ് ബൈ ഈ m1 m2 m3 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം കിട്ടും. അതിനെ ക്യാപിറ്റൽ M എന്ന് എഴുതിക്കൂടെ? ഇത് ക്രോസ് ചെയ്ത് ഇതിനെ വേറെ ഏതെങ്കിലും രീതിയിൽ എഴുതാൻ പറ്റുമെന്നാണ് എന്റെ സംശയം. ഇതിനെ വേറെ ഏതെങ്കിലും രീതിയിൽ എഴുതാൻ പറ്റുമോ? m1r1 plus m2r2 plus etc കിട്ടാൻ വേണ്ടി ഞാൻ വേറെ ടെക്നിക്ക് എഴുതാണ്. ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് സമ്മേഷൻ ആണ്. അപ്പൊ അതിന് പകരം ഞാൻ ഈ സ്റ്റെപ്പിന് പകരം ഞാൻ വേറെ സ്റ്റെപ്പ് എഴുതാൻ പോവാണ്. ഞാൻ എഴുതുന്നത് 0 equal to ഈ മേൽ കിടന്ന ഈ സ്റ്റെപ്പിന് പകരം ഇന്റഗ്രൽ r dm എന്ന് എഴുതി. നിങ്ങൾ നോക്കും, ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ എന്താണ്? x അല്ലേ? അപ്പൊ അതുപോലെ ഇന്റഗ്രൽ r dm എന്ന് എഴുതുമ്പോഴത്തേക്ക് എനിക്ക് വേണമെങ്കിൽ ഇതിനെ dm നെ വെളിയിലെടുത്താൽ m, ബാക്കി ഇന്റഗ്രൽ r എന്ന് വേണമെങ്കിൽ പറയാം. ശരിയല്ലേ? അപ്പൊ ഇത് എടുത്തു കഴിഞ്ഞാൽ m1r1 plus m2r2 plus m3r3 plus etc ആ എഫക്ട് തന്നെ ഉണ്ടാവുന്നത്. അപ്പൊ ഇതിനെ കൂടുതൽ ഗവേഷണം നടത്തണ്ട. ഈ സാധനത്തിനെ നമ്മൾ എന്തെന്ന് എഴുതാന്ന് ആലോചിക്കാം. ഇന്റഗ്രൽ r dm എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ m1 മാസുകളെല്ലാം കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ മാസ്. ഓക്കെ, ഇങ്ങനെയും ഈ സ്റ്റെപ്പ് എഴുതാം. അപ്പൊ ഈ സ്റ്റെപ്പ് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇതിനെ ക്രോസ് ചെയ്ത് നോക്കിയേ. അപ്പൊ ഇന്റഗ്രൽ r dm equal to m into 0 0 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇതിനെ ക്രോസ് ചെയ്ത് നോക്കിയേ. ഇന്റഗ്രൽ സിഗ്മ i equal to 1 to n പറയും. mi ri equal to 0 എന്ന് കിട്ടില്ലേ? ഇത് എന്തിന്റെ കണ്ടീഷൻ ആണ് ഞാൻ ഇവിടെ എഴുതിയത് എന്ന് ചോദിച്ചാൽ, അപ്പൊ നമ്മൾ ചുമ്മാ എന്തൊക്കെ കാട്ടിക്കൂട്ടി അവസാനം ഒരു പണ്ടാരം പിടിച്ച ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചു. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ കണ്ടു. എവിടെ ഇവന്മാരെ കണ്ടാലും ഇന്റഗ്രൽ r dm equal to 0 എന്ന് കണ്ടാൽ ഓർക്കണം, അവിടുത്തെ ഈ സെന്റർ ഓഫ് മാസ് ഇരിക്കുന്നത് എവിടെയാണ്? ഒറിജിനിലാണ്. അപ്പൊ സെന്റർ ഓഫ് മാസ് ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന്റെ സെന്റർ ഓഫ് മാസ് ഒറിജിനിലാണ് കയറിയിരിക്കുന്നതെങ്കിൽ അവിടുത്തെ കണ്ടീഷൻ എന്ത് എന്ന് ചോദിച്ചാൽ ഇന്റഗ്രൽ r dm equal to 0 എന്നോ അല്ലെങ്കിൽ സിഗ്മ mi ri equal to 0 എന്നോ പറയാം. ഞാൻ പറഞ്ഞ ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് പലയിടവും ആവശ്യമുള്ളതാണ്. എന്താണ് ഞാൻ പറഞ്ഞത്? I have an n particle system. See, what is the condition for center of mass to be at origin? What is the condition for center of mass of the system to be at origin? Answer: integral r dm equal to 0 or sigma mi ri equal to 0. I equal to 1 to n എന്നുള്ള അണ്ടർസ്റ്റുഡ് ആണ്. ഈ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. പേടിക്കാതെ സമാധാനമായിട്ട് സ്റ്റാർട്ടിംഗ് ഞാൻ ഒന്നുകൂടെ പറയാണ്. ചില ആളുകളൊക്കെ കിളിയൊക്കെ ഇങ്ങനെ ചിറകടിച്ച് പറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മീനാക്ഷിയുടെ മരുന്ന് 2 എണ്ണം പറന്ന് പോയിട്ടുണ്ട്. ഇനി 1 എണ്ണം കൂടെ ബാക്കിയുള്ളൂ. സോ ഇങ്ങോട്ട് നോക്കൂ, ശ്രദ്ധിക്കൂ. ഒന്നുകൂടെ
So I have an n particle system. I have an n particle system. No problem. See, so I have an n particle system. The particles are having masses m1, m2, m3, and so on. Okay. Then this particle will have an x coordinate x1, y coordinate y1. So the coordinates are x1, y1. What about this particle? x2, y2. What about this particle? x3, y3. No problem. So these are the coordinates. No problem. Then see this n particle system will have a center of mass somewhere here. So this is a center of mass of the system. Okay. So this is a center of mass. It will have an x coordinate. It will have an y coordinate. So what is the x coordinate? X coordinate of center of mass. ചോദിക്കും problem ചോദിക്കുന്നതാണ്. What is the x coordinate of center of mass? Equation m1 x1 plus m2 x2 plus etc. divided by m1 plus m2 plus etc. Okay, this is a x coordinate of center of mass. Then what is the y coordinate of center of mass? m1 y1 plus m2 y2 plus etc. divided by m1 plus m2 plus etc. Alright. Then these two can be generally written as r is equal to say m1 r1 plus m2 r2 plus etc. divided by m1 plus m2 plus etc. Am I right? Or r is equal to m1 r1 plus m2 r2 plus etc. divided by m1 plus m2 plus m3 plus etc. gives total mass of the system. Am I right? This is a familiar equation. We have studied the equation in the beginning of our chapter. Am I right? What is r? R is a position vector of center of mass. Am I right? R is a position vector of center of mass. Am I right? Then see, if the center of mass is here at the origin, then what will be the answer of r? R becomes 0. Am I right? See, this is r. This is r. Okay. If center of mass is here, this is r. If the center of mass is here, r becomes 0. Then put the value here. So you are getting a new result. See, r is equal to, the same equation can be written as sigma mi ri divided by n. Am I right? And I equal to 1 to n എന്നൊന്നും എഴുതുന്നില്ല. എഴുതിയില്ലെങ്കിൽ അതിന് തലേന്ന് വിട്ടാൻ പാടില്ല. Or this can be written as r is equal to, ഇതിനെ ഇന്റഗ്രൽ പറയും r dm എന്ന് എഴുതാം. r dm. അപ്പോൾ എവിടെ കണ്ടാലും ഇത് ഓർത്തോണം m1 r1 plus m2 r2 plus etc. ആണ്. divided by m എന്ന് വേണമെങ്കിൽ എഴുതാം. If r equal to 0, the first equation becomes 0 equal to sigma mi ri divided by m. Okay, you cross. So you are getting sigma mi ri equal to 0. Okay, you are getting first result. Then you put r as 0 here. So you are getting 0 equal to integral r dm divided by m. Am I right? Cross multiply. So you are getting integral r dm equal to 0. So you are getting your second result. So what did you understand? So what is the condition for? I was here explaining the condition for the center of mass of n particle system to be at origin. So what is the condition for center of mass to be at origin? If the center of mass of n particle system is at origin, then you can write either integral r dm equal to 0 or you can write integral mi ri equal to 0. ഏകദേശം ഒക്കെ പിടികിട്ടിയെന്ന് തോന്നുന്നു. പേടിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞില്ല. So once again from the beginning I will explain the entire things. So I have an n particle system. See, the masses of the particles are m1, m2, m3, etc. The x coordinate of first particle x1, y coordinate y1. So similarly, all particles will have coordinates. The coordinates are like this. Okay. Okay. So like this, we wrote everything. Then see, this n particle system will have a center of mass somewhere here. Then that center of mass will have an x coordinate. Center of mass will have an y coordinate. See, what is x? X is equal to m1 r1 plus m1 x1 plus m2 x2 plus etc. divided by m1 plus m2 plus etc. Right? What will be the y coordinate of this center of mass? It will be m1 y1 plus m2 y2 plus etc. divided by m1 plus m2 plus m3 plus etc. Am I right? Then you know a familiar equation. What is r? R is a familiar equation. What is it? m1 r1 plus m2 r2 plus etc. whole divided by m1 plus m2 plus etc. Am I right?
Then R is equal to, R is a position vector. Am I right? R can be written as, so R is equal to sigma mi Ri divided by M. Okay? M1 plus M2 plus M3 plus etc. gives M. Or the same can be written as R is equal to, say, what is it? Integral RdM divided by M. Okay? This is equation number 1. This is equation number 2. Suppose the center of mass of this system is at origin. See, now it is here. So the position vector will be R. No problem. If this is at the origin, R becomes 0. So if R is equal to 0, the first equation becomes 0 equal to sigma mi Ri divided by M. Or on cross multiplication we get sigma mi Ri equal to 0. Okay, then on putting R as 0 in the second equation, 0 equal to integral RdM divided by M. On cross multiplication you are getting integral RdM equal to 0. Okay, so you are getting two results here. See, this is a condition for center of mass of a n particle system to be at origin. അപ്പോൾ ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. n particle system, I have an n particle system. The system will have a center of mass. So what is the x coordinate of it? So m1 x1 plus m2 x2 plus etc. divided by m1 plus m2 plus etc. Then what will be the y coordinate? M1 y1 plus m2 y2 plus etc. divided by m1 plus m2 plus etc. Then if the center of mass of n particle system is at origin, you can write two conditions. So what is the first condition? Integral RdM equal to 0, or next condition sigma mi Ri equal to 0. Is it clear? Both the conditions are the same. Am I right? ഇതുകൂടെ തോന്നിയോ? അപ്പൊ ഇതൊക്കെ ചില സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ഒത്തിരി ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരുത്തും. അപ്പൊ ഓക്കെ, പ്രയാസമൊന്നുമില്ല. അപ്പൊ ഇനി ഏകദേശം നമുക്ക് 2 ക്ലാസ് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ആഴ്ച തീർക്കാൻ നോക്കും. സോ അല്ലെങ്കിൽ ഒരു ക്ലാസ് കൂടി ചിലപ്പോൾ എടുത്തുന്നിരിക്കും. എനിവേ നമ്മൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് തീർക്കേണ്ടി വരും. ഫാസ്റ്റ് ആയിട്ടൊന്നും തീർക്കുന്നില്ല, നമുക്ക് മണ്ടയ്ക്കറണ്ടേ. മനസ്സിലാവുന്ന ഫോമിൽ പോയാൽ മതി, ടെൻഷനൊന്നും പിടിക്കണ്ട. അപ്പൊ നന്നായിട്ട് വായിച്ചു പഠിക്കണം. മറ്റ് ചാപ്റ്ററുകൾ പോലെ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി. അപ്പൊ വൃത്തിയായിട്ട് വായിച്ച് പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരാൻ. സോ വി മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. സോ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ഐ വിൽ ആസ്ക് യു ക്വസ്റ്റ്യൻസ്. So be ready. Okay, so we meet in the next class. Bye.